أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. കിതാബുൽ അർബഈന നവവിയ്യ, അതിൻ്റെ മൂന്നാമത്തെ ഹദീസാണ്. ഒന്നാമത്തെ പാഠം ലാ അമല ഇല്ലാ ബി നിയ്യത്തിൻ, നിയ്യത്ത് കൂടാതെ അമല് ശരിയാവുകയില്ല. രണ്ടാമത്തെ പാഠം ദീനിൻ്റെ മർത്തബകളാണ്, മറാത്തിബുദ്ദീൻ, അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാനു. ഇതാണ് ദീനിൻ്റെ മൂന്ന് മർത്തബകൾ. മൂന്നാമത്തെ ഹദീസ് അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ, ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസാണ്. عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنه, അവര് നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على خمس شهادتي أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അടക്കം ധാരാളം ഇമാമുമാർ ഉദ്ധരിച്ചതും നമുക്കൊക്കെ സുപരിചിതമായ ഹദീസും, നേരത്തെ പറഞ്ഞ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്ന് പറഞ്ഞ ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ മൂന്നാമത്തെ ഹദീസ് അവരുടെ മകൻ അബൂ അബ്ദുറഹ്മാൻ എന്ന് ഓമന പേരുള്ള മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ പിൻപറ്റുന്നവൻ എന്ന് സ്വഹാബികളെല്ലാം തിരുചര്യ പിൻപറ്റുന്നവരാണെങ്കിലും അവരെ കൂട്ടത്തിൽ മുത്തബിഉസ് സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ, മഹാനവറുകൾ ചെറിയ പ്രായത്തിൽ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ആളാണ്. കുഞ്ഞിളം പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബദറിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കരഞ്ഞ് പ്രായമാകാത്തതുകൊണ്ട് മടക്കപ്പെട്ട ആളാണ്. ഉഹദിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്കറിയാമല്ലോ, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അത്രയും ആഗ്രഹിച്ചു ഒരു ഹൈറായ അമൽ ചെയ്യാൻ, പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് പ്രതിഫലമുണ്ട് എന്ന ഹദീസിലുണ്ട്. ആ ഒരു വലിയ സങ്കടം മഹാനവറുകൾക്ക് എപ്പോഴും ഉണ്ട്, ബദറിൽ പങ്കെടുക്കാൻ, ഉഹദിൽ പങ്കെടുക്കാൻ. എന്നാൽ ഖന്തഖ് യുദ്ധത്തിലേക്ക് മഹാനവറുകൾ സെലക്ട് ചെയ്യപ്പെടുകയും അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പങ്കെടുത്ത് തൻ്റെ ഊണിലും ഉറക്കിലും തിരുചര്യ പിൻപറ്റുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളായിരുന്നു. എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മഹാനവറുകൾ രാത്രിയിൽ 4ഉം 5ഉം പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കും. അതായത് മഹാനവറുകളെ സഹോദരിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനവറുകൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒരു സംഗതിയും കൂടി ഉണ്ടെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ്, വല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും അതിനുശേഷം രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം പതിവാക്കി എന്നല്ല, കുറച്ചുറങ്ങി ക്ഷീണം വരുമ്പോൾ ഉറങ്ങി, പിന്നെ എണീക്കും, പിന്നെ നിസ്കരിക്കും, പിന്നെ ഉറങ്ങും, പിന്നെ എണീക്കും, ഇങ്ങനെ 4ഉം 5ഉം തവണയൊക്കെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള മഹാനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. മഹാന്മാരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ കൂടുതൽ അറിവുള്ളവരിൽപ്പെട്ട ആളായിരുന്നു. അൽ അബാദിൽ അർബഅ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട 4 അബ്ദുള്ളമാർ സ്വഹാബികളിലുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. മറ്റൊന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ്, അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ മകൻ. മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഈ ഹദീസിൽ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ ഇസ്ലാമിനെ ഒരു ബിൽഡിങ്ങിനോട് സദൃശ്യപ്പെടുത്തുകയാണ്. ആ ബിൽഡിങ്ങിന് നെടും തൂണുകൾ ഉണ്ടാകും. ആ ബിൽഡിങ്ങിന്റെ നിലനിൽപ്പ് അതിന്മേലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ തൂണുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബിൽഡിങ്ങിന് നിലനിൽപ്പുണ്ടാവില്ല. എന്നതുപോലെ ഈ പറഞ്ഞ 5 കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അയാളിലില്ല. അപ്പോ കാഫിറുൻ കാമിൽ, അവൻ പരിപൂർണമായ കാഫിറായിരിക്കും. എന്നാൽ ഇതിനൊരു അടിത്തറയുണ്ട്. അടിത്തറ ആദ്യം പറഞ്ഞതാണ്. ഈ 5 കാര്യങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്നത് 5 കാര്യങ്ങളിലാണ് എന്ന് പറയുമ്പോൾ ആ 5-ൽ 1 അടിത്തറയാണ്. ആ 5-ൽ 1 ഏറ്റവും പ്രധാനപ്പെട്ട 1 ഇല്ലാതെ ബാക്കിയുള്ളതിനും നിലനിൽപ്പില്ല. അതാണ് അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഖൽബിൽ ഉറപ്പിച്ചു വെക്കുന്ന ആ ഷഹാദത്ത്. അതില്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പെടുത്തിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് 4ഉം ഇസ്ലാമിൻ്റെ 5ഉം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ
ആ തൂണുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ്, അല്ലെങ്കിൽ മറ്റു 4 കാര്യങ്ങളെയും പ്രധാനപ്പെട്ട കോർണറുകളായി കാണുമ്പോൾ, ഒന്ന് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഈ 4 മൂലകൾ. എന്നാൽ ഇതിനൊരു അടിത്തറ വേണ്ടേ? ആ അടിത്തറയാണ് ഷഹാദത്ത് എന്നുള്ളത്. ആ ഷഹാദത്തില്ലാതെ ബാക്കിയുള്ളത് ഇന്ന് നിലനിൽപ്പില്ല. അപ്പൊ നോമ്പ് ഇല്ലാതെയാകുന്നത് പോലെയല്ല, നിസ്കാരമില്ലാതെയാകുന്നത് പോലെയല്ല, ഇസ്ലാമിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ മുസ്ലിമായി നിലകൊള്ളുക എന്ന ആ ഒരു ഷഹാദത്ത് തന്നെ, ഒരു ഷഹാദത്ത് ഒരാൾക്ക് ഇല്ലാതെയായാൽ പിന്നെ ആ തൂണുകൾക്കൊന്നും നിലനിൽപ്പില്ല. അയാളും കാഫിർ തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ ഒരാൾ നല്ല ഷഹാദത്തൊക്കെ ഉണ്ട്, ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അയാൾ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ഒരു മൂലയില്ലാത്തതുപോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തൂണുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയാണ്. അതൊരു വലിയ കുറവാണ്. എന്നതുപോലെ ചില ആളുകൾ നിസ്കരിക്കും, ചില ആളുകൾ നിസ്കരിക്കും പക്ഷേ സക്കാത്ത് കൊടുക്കില്ല. അവരും ആ തൂണ് നഷ്ടപ്പെട്ടവരാണ്, ഒരു ഭാഗം നഷ്ടപ്പെട്ടവരാണ്. അതായത് പൂർണ്ണമായ മുസ്ലിമല്ല. അപ്പൊ പൂർണ്ണമായ മുസ്ലിം ആകണമെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യം അയാളിൽ സംഗമിക്കണം. ഇതാണ് അടിസ്ഥാനം. ഈ 5 അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ബാക്കിയുള്ളതെല്ലാം പൂർത്തീകരണമാണ്. അപ്പോൾ ഈ ഹദീസ് വായിക്കുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല, മഹാനവറുകൾ പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു, ഇസ്ലാമിനെ എടുക്കപ്പെട്ടിരിക്കുന്നു, അലാ ഖംസിൻ, 5 മേൽ, 5 തൂണുകളുടെ മേൽ, 5 കാര്യത്തിൻ്റെ മേലാണ് ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് 5ഉം കൂടെ കൂടുമ്പോഴാണ് ഒരാൾ പൂർണ്ണ മുസ്ലിം ആകുന്നത്. ഈമാനും ഇസ്ലാമും ഒന്നാണോ? നമ്മൾ ഈമാൻ കാര്യം പഠിച്ചു, കഴിഞ്ഞ ഹദീസിൽ ഇസ്ലാം കാര്യവും പഠിച്ചു. ഈമാനും ഇസ്ലാമും ഒന്നാണോ അല്ലേ എന്ന വലിയ ചർച്ച മഹാന്മാർക്കിടയിൽ പേജുകൾ നിരത്തി ചർച്ച ചെയ്തതാണ്. ഈമാനും ഇസ്ലാമും ഒന്നാണ് എന്ന അഭിപ്രായക്കാരനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരി വായിക്കുമ്പോൾ മനസ്സിലാകും. ഈമാൻ വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളത്, ഈമാനിൻ്റെ ഹഖീഖത്ത് തന്നെ, ഈമാൻ എന്ന് പറയുന്നത് എന്താണോ അത് തന്നെ, അതിൻ്റെ ഹഖീഖത്ത് തന്നെ വർദ്ധിക്കുമോ ഇല്ലയോ എന്ന് വലിയ ചർച്ചയും, ഈമാൻ വർദ്ധിക്കുമെന്ന, ഏറുകയും കുറയുകയും ചെയ്യും, അതല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ളവർ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈമാൻ വർദ്ധിക്കുമോ ഇല്ലേ എന്ന വലിയ ചർച്ച മഹാന്മാർക്കിടയിലുണ്ട്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു യസീദു വ യൻഖുസു, കൂടുകയും കുറയുകയും ചെയ്യുമെന്ന അഭിപ്രായക്കാരനാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച ശർഹുൽ അഖായിദിലുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈമാന്റെ ബാബിൽ വലിയ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിൽ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ക്ലാസ്സിലെ ശ്രോതാക്കളെ പരിഗണിച്ച് അങ്ങോട്ട് കടക്കുന്നില്ല. മാത്രമല്ല ഇത് ഒരു ക്ലിപ്പിൽ ക്ലാസ്സിൽ നമുക്ക് അവസാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഒന്നാമത്തത്, ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറൊരാളുമില്ലെന്ന് നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ച്, മനസ്സിൽ ഉറപ്പിച്ച്, നാവുകൊണ്ട് വ്യക്തമാക്കി പറയുക. അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നതും നമ്മുടെ ഖൽബിൽ വിശ്വസിക്കണം. നാവുകൊണ്ട് നമ്മളത് സമ്മതിക്കുകയും പറയുകയും വേണം.
ഇതാണ് ഷഹാദത്ത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതുണ്ടെങ്കിലേ ഇസ്ലാം അല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. വലിയ മഹത്വമുള്ള ദിക്റുകളിൽപ്പെട്ടത് കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏറ്റവും അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് അത് ചൊല്ലാൻ കഴിയണം. ആ ചൊല്ലിയാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതിന് ഒരു 70,000 ദിക്ർ നമ്മൾ നമ്മുടെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ചൊല്ലിവെക്കുക. അൽ അതാഖത്തു സ്സുഗ്റ എന്ന് പറയും. നമ്മൾ 70,000 ദിക്ർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ചൊല്ലിവെക്കുക. ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. ഈ ഷഹാദത്ത് കലിമ ഇല്ലാതെ മനസ്സിൽ അല്ലാഹുവും റസൂലും ഉറക്കാതെ ഒരാൾ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ ജീവിതം മുഴുവൻ സകാത്തും ഹജ്ജും ഒക്കെ ആയിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ഇതാണ് കവാടം, ഇതാണ് അടിത്തറ. അതില്ലെങ്കിൽ ബാക്കിയുള്ളത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഈ ഹദീസ് വായിക്കുന്ന പഠിക്കുന്ന നമ്മൾ നമ്മുടെ ഇസ്ലാം റെഡിയാക്കാൻ ശ്രമിക്കണം. ഈമാനിന് ശക്തി പകരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. രണ്ടാമത്തത് ഇഖാമുസ്സല എന്നാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഇസ്ലാം. ഇസ്ലാമിൻ്റെ ആ വേർഡിൻ്റെ അർത്ഥം അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിയാദു വൽ ഖുദൂ, അനുസരിക്കുക, വണങ്ങുക. അതുപോലെ രണ്ടാമത്തത് അസ്വലാ, നിസ്കാരം എന്നാണ്. സ്വലാത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം അദ്ദുആഉ, പ്രാർത്ഥനയാണ്. മതപരമായി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസ, ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളും. അത് മുഫ്തതഹത്തുൻ ബി തക്ബീരി, തക്ബീർ കൊണ്ട് തുടങ്ങപ്പെടുകയും തസ്ലീം കൊണ്ട് അവസാനിക്കപ്പെടുകയും ചെയ്യുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം. നിസ്കാരം എന്താ നമുക്കറിയാലോ. സക്കാത്ത് എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തിൽ അന്നമ, വളർച്ച എന്നാണ് സക്കാത്തിന്റെ അർത്ഥം. സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ഭൗതികവും ആത്മീയവുമായ നല്ല വളർച്ചയുണ്ടാവും എന്നതിലേക്ക് സൂചനയാണത്. അപ്പോ ശറഇല് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായ സമ്പത്തിൽ, പിന്നെ പ്രത്യേകമായ സമയത്ത്, പ്രത്യേകമായ വിഭാഗത്തിന്. സക്കാത്ത് ഹഖ്ഖുൻ വാജിബുൻ ഫി മാലിൻ ഖാസ് ലി ത്വായിഫത്തിൻ മഖ്സൂസ ഫി സമനിൻ മഖ്സൂസ്. പ്രത്യേകമായൊരു ടൈമുണ്ട്, കൊല്ലം തികയുക എന്നൊരു സമയം. അതുപോലെ പിന്നെ പ്രത്യേകമായ വിഭാഗത്തിന്, നമ്മൾ ഫക്കീർ മിസ്കീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 8 വിഭാഗക്കാർക്ക് പ്രത്യേകമായ മുതല്, സ്വർണം വെള്ളി, അതുപോലെ ധാന്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി അതിൽ നിർബന്ധമായി വരുന്ന ബാധ്യതയാണ് സക്കാത്ത്. നോമ്പ് എന്ന് പറയുന്നത് ശരിക്ക് സൗം എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അൽ ഇംസാക്ക് എന്നാണ്, അതായത് നിയന്ത്രണം. അതിൻ്റെ നമ്മുടെ ശറഇല് നോമ്പ് എന്ന് പറയുന്നത് നിയത്തോടുകൂടെ പ്രത്യേകമായ സമയം, അതായത് സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള ആ ടൈം അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനാണ്, അങ്ങനെ നമ്മളെ നിയന്ത്രിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ, ഹജ്ജ് എന്നതിൻ്റെ അല്ല ഹജ്ജു എന്നതിൻ്റെ അർത്ഥം കരുതുക എന്നാണ്. ശറഇല് ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ കരുതലിനും ഹജ്ജ് എന്ന് പറയില്ല. ഖസ്ദു ബൈത്തുല്ലാഹിൽ ഹറാം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം. ആ ഭവനം ഹജ്ജ് ഉംറ കരുതിയിട്ട് ഒരാൾ അത് ഉദ്ദേശിക്കുക, അതിനാണ് ആ ഖസ്ദു ബൈത്തുല്ലാഹിൽ ഹറാം ലിൻ നുസുക്ക്, നുസുക്കിന് വേണ്ടി, നുസുക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉംറ, അതിന് വേണ്ടിയിട്ട് ഒരാൾ കഅബയെ ഉദ്ദേശിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ ഹാജ് ഹാജ് എന്ന് പറയും. ഉംറയ്ക്ക് ഇരുന്ന ആളുകൾ അവരെങ്ങനെ വിളിക്കുക? കാരണം നമ്മൾ കഅബ ലക്ഷ്യം വെച്ച് പോകുന്നവരാണ്, അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന കഅബ ലക്ഷ്യം വെച്ച് പോകുന്നവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിലുള്ള വേർഡുകളെ ഒന്ന് പരിചയപ്പെട്ടതാണ്. ഈ 5 കാര്യം നമ്മളിൽ ഉണ്ടെങ്കിലേ നമ്മൾ പരിപൂർണമായ മുസ്ലിം ആവുകയുള്ളൂ. നിസ്കാരം ഒന്നാമത്തെ സുഫിലുണ്ടാവും, സക്കാത്ത് കൊടുക്കൂല, അയാൾ പൂർണ്ണമായ മുസ്ലിമല്ല. അയാൾ ആ 5ഉം കൊണ്ടുവരാത്ത ആളാണ്.
എന്നതുപോലെ ഈമാനും ഇസ്ലാമും, ഈമാൻ കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചു. ഒരാളുടെ ആ ഈമാൻ കാര്യം മുഴുവനായിട്ട് 100% റെഡിയാണ്, ഇസ്ലാം കാര്യം റെഡിയാണ്, അയാൾ പരിപൂർണമായ മുഅ്മിനാണ്, പരിപൂർണമായ മുസ്ലിമാണ്. അപ്പോ എന്നാൽ ആ ഈമാൻ കാര്യത്തിൽ ഒരാൾക്ക് ആ ഈമാൻ കാര്യം തീരെയില്ല എങ്കിൽ അയാള് കാഫിറാണ്. നേരെ മറിച്ച് ഈമാൻ കാര്യത്തിൽ ചിലതിൽ ഇസ്ലാം കാര്യം എല്ലാം ഉണ്ട്, ഈമാൻ കാര്യം അയാളെ നമ്മൾ കാണുമ്പോൾ അയാളെ കൽബിലുള്ള സംഗതിയല്ലേ നമുക്കറിയില്ലല്ലോ. അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, ഉദാഹരണം മലക്കുകളിലെ വിശ്വാസത്തിൽ അയാൾക്ക് എന്തോ ഒരു കുറവുണ്ട് എങ്കിൽ കാഴ്ചയിൽ നമ്മൾ മുസ്ലിം എന്ന് പറയും, ആള് മുനാഫിഖാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ: 1 ഷഹാദത്ത്, 2 നിസ്കാരം, ഇഖാമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുക, നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ അവർക്ക് നരകമുണ്ട് എന്നാണ്. അപ്പോ നിസ്കാരം പറഞ്ഞെടുത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നല്ലല്ലോ പറഞ്ഞത്. നിസ്കരിച്ചാൽ പോരാ, മുഖൈമീന സ്വല, നിസ്കാരം നിലനിർത്തുന്നവർ, അതിൻ്റെ ഷർത്തുകളും ഫർദുകളൊക്കെ ഒപ്പിച്ച് കൃത്യസമയം പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ, അതാണ് ഈമാനിൻ്റെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും എന്നാൽ ചെയ്യാൻ എളുപ്പവുമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള നിസ്കാരമാണ്, ആളുകൾക്ക് ഏറ്റവും മടിയുള്ള നിസ്കരിക്കാനാണ്. മൂന്നാമത്തത് ഈതാ സക്ക. ഈതാ എന്ന് പറഞ്ഞാൽ നൽകുക, കൊടുക്കുക. സക്കാത്ത് കൊടുത്തു വിട്ടുക. സക്കാത്ത് കൊടുത്തു വിട്ടുമ്പം ചില ആളുകൾ ഒരു സുമാർ കൊടുക്കും, അത് വിശദീകരിക്കുകയല്ല. ചില ആളുകൾ സുമാർ കൊടുക്കും, ചില ആളുകൾ അയൽവാസികൾക്കോ പരിചയക്കാർക്കോ കൊടുക്കും. അങ്ങനെയൊന്നുമല്ല, അത് ശരിക്ക് തൻ്റെ സമ്പത്ത് കണക്കെടുത്ത് അതിൻ്റെ കൊടുക്കേണ്ടത് എത്രയാണെന്ന് മനസ്സിലാക്കി അവകാശികൾക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുമ്പോഴാണ് യഥാർത്ഥ സക്കാത്ത് നിർവഹിച്ച ആൾ ആകുന്നത്. സക്കാത്ത് വളരെ ഗൗരവമുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷ ഹദീസുകളിലും ധാരാളമായി കാണാൻ കഴിയും. മൂന്നാമത്തത് കഅബത്തുൽ ഹജ്ജ് ചെയ്യുക. നമ്മുടെ എല്ലാ ബാധ്യതകളെയും തീർന്നതിൻ്റെ ശേഷം പോകേണ്ടതല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാം എന്ന് തീരുമാനിക്കരുത്. ഹജ്ജിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതിലിപ്പോൾ നിസ്കാരത്തിന് സമ്പത്തിന് ആവശ്യമില്ല. നിസ്കാരത്തിന് നമ്മളിപ്പോൾ പറഞ്ഞ നിസ്കാരത്തിന് ശാരീരികമായ ആരോഗ്യമുണ്ടായാൽ മതി. എന്നാൽ സക്കാത്തിന് സമ്പത്തുണ്ടായാൽ മതി. ഹജ്ജിന്, നോമ്പിന്, ഹജ്ജിന് ഏറ്റവും പ്രധാനമായി നമ്മുടെ ശാരീരികമായ ആരോഗ്യം, അതുപോലെ സാമ്പത്തികമായ ശേഷി, ഇത് രണ്ടും പ്രധാനമാണ്. അത് ഉള്ള സമയം നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ഒരുപക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നോമ്പിന് സമ്പത്ത് വേണ്ട, പക്ഷേ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്ക് ചിലപ്പോൾ മുത്ത് കൊടുക്കുക, ഫിദിയ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് കൊണ്ടുവന്ന് അത് പ്രത്യേകമായി ഇവിടെ എടുത്ത് മൂന്നാമത്തെ ഹദീസായി കൊണ്ടുവന്നിരിക്കുന്നത്, 2 കൈയും 2 കാലുമുള്ള മനുഷ്യന് ഒരു കാലില്ലാതിരുന്നാൽ, അല്ലെങ്കിൽ 5 തൂണുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു തൂണങ്ങ് പൊളിഞ്ഞു പോയാൽ ഇതുപോലെ ഇരിക്കും നോമ്പോ നിസ്കാരോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഖളാ വീട്ടുക, ഇസ്ലാമിനെ പൂർണ്ണമാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അർക്കാനുൽ ഇസ്ലാമാണ് ഈ 5 അതായത് ദീനിൻ്റെ നെടുന്തൂണുകൾ, അല്ലെങ്കിൽ ദീനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. എന്നാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിന് പ്രധാനപ്പെട്ട 4 തൂണുകൾ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര. ഇനി എത്ര കാര്യങ്ങൾ അതിന് വേണം അതിൻ്റെ സമ്പൂർണതക്ക്? ഒരാൾക്ക് മിനിമം മുസ്ലിം ആവാനുള്ള യോഗ്യത ഈ 5 വേണം. ചെറിയ വിധത്തിൽ അയാൾ മുസ്ലിമാണ്, അയാൾ മുസ്ലിമായിട്ടുണ്ട്,
അവൻ മുസ്ലിമാണ് എന്ന് പറയാൻ ഇതില്ലെങ്കിൽ തൂണില്ലാത്തതുപോലെയാണ്. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ ബിൽഡിങ്ങിന് ആവശ്യമാണ്. അതിന് ധാരാളം കാര്യങ്ങൾ, സ്വതക്ക പോലെ, മറ്റുള്ളവരെ സഹായിക്കും പോലെ, അതുപോലെ മറ്റുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ആ ബിൽഡിങ്ങിനെ നമ്മൾ മൊഞ്ചാക്കണം. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്നു. നമ്മുടെ വീട് വെറും ഒരു തൂണ് അല്ലെങ്കിൽ 4 മൂലയും ഒരു മേൽക്കൂരയും മാത്രമല്ലല്ലോ. നമ്മുടെ വാഹനം, അതിനൊരു 4 ടയറും അതിലിരിക്കാനൊരു സൗകര്യം മാത്രമല്ല, അതിനെന്തെല്ലാം സെറ്റപ്പുകളുണ്ട്. എന്നതുപോലെ ഒരു വീട് പോലെയാണ്, ബിൽഡിംഗ് പോലെയാണെന്ന് പറയുമ്പോൾ, ഇത് അതിൻ്റെ തൂണുകളാണ് എന്നും പറയുമ്പോൾ, ഇതിനും പുറമെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കണം എന്നും കൂടെ ആ ഹദീസിന്റെ ധ്വനിയുണ്ട്, അതിൽ സൂചനയുണ്ട്. അല്ലാഹു തആല നമ്മളെയൊക്കെ നല്ല മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.